ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം ഇവിടെ പാഠഭാഗമായി നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 32 വരെയുള്ള ദൈവവചനങ്ങളാണ് വായിച്ചു കേട്ടത്. അതിൽ 28-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നാഥനായ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ അടിയങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ വിനയപ്പെടുന്നു. ദൈവപരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യചിന്തകളിൽ നിന്ന് ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ വേർപെടുത്തി ദൈവിക സാന്നിധ്യ ബോധത്തിൻ്റെ മറവിൽ ഇനിയുള്ള നിമിഷങ്ങൾ അവിടുന്ന് ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഒരു കർത്താവെ മുതൽക്കൂട്ടായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. മാനവും മഹത്വവും തമ്പുരാൻ തന്നെ എടുക്കണം. അടിയനെ പൊടിയോളം താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ഈ ചുങ്കത്തറയുടെ മണ്ണ് മർത്തോമാ സഭയ്ക്ക് നൽകിയ ഒരു ശ്രേഷ്ഠ ദൈവശാസ്ത്രജ്ഞനാണ്. കോട്ടയം മർത്തോമാ തിയോളജിക്കൽ സെമിനാരിയിൽ ഇപ്പോൾ അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്ന റെവറൻഡ് ഡോക്ടർ MC തോമസ്. അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാം. എൻ്റെ മാതൃ ഇടവകയായ തൊടുപുഴയിൽ അച്ഛൻ പട്ടം കെട്ടി ആദ്യമായിട്ട് അച്ഛനായിട്ട് കടന്നു വന്നതും വികാരിയായിട്ട് കടന്നു വന്നതും ഞാൻ സന്തോഷത്തോടെ ഈ സമയം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് സഞ്ചാരത്തിൻ്റെ കനൽ വഴികൾ. ശാരീരികമായ ചില പ്രയാസങ്ങൾ അച്ഛൻ്റെ ഒറ്റയ്ക്കുള്ള സഞ്ചാരത്തിന് ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആശുപത്രിവാസവും ചികിത്സയുമൊക്കെ ജീവിതത്തിൻ്റെ കനൽ അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛന് നൽകിക്കൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം ഇങ്ങനെ ആ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ കുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നു എങ്കിലും എൻ്റെ മനസ്സിൻ്റെ സഞ്ചാരങ്ങളും ചിന്തകളുടെ സഞ്ചാര വഴികളും ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്. അങ്ങനെ ആ ചിന്തകളുടെ സഞ്ചാര വഴിയിൽ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത വേദശാസ്ത്ര പഠനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് സഞ്ചാരത്തിൻ്റെ കനൽ വഴികൾ. അതുകൊണ്ട് ആ പുസ്തകവുമായി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ധ്യാനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം നമുക്ക് ഇങ്ങനെ അത് പറയാം, ക്രിസ്തുവിനോടൊപ്പം ഉള്ള സഞ്ചാരമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ക്രിസ്തുവിൻ്റെ സഹസഞ്ചാരികളാണ് നാം. ക്രിസ്തുവിനോട് ഒപ്പം യാത്ര ചെയ്യുന്നവരാണ് നാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് മുന്നമേ കടന്നുപോയ പൂർവ മാതാപിതാക്കൾ, അവർ അവരുടെ യാത്രകളിൽ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ജീവിത മാതൃകകൾ, അത് ഏറ്റവും ശ്രേഷ്ഠവും അനുകരണീയവുമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് സേവികാ സംഘത്തിൻ്റെ പ്രത്യേക മീറ്റിംഗ് ആയി കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അതിന് മാതൃകയായി, വേദപുസ്തകത്തിൽ നിന്നും ഒരു വനിതയെ നമുക്കതിന് മാതൃകയായി എടുത്തുകൊണ്ട് ചുരുക്കം ചില ചിന്തകളിലൂടെ കടന്നു പോകാം എന്നാണ് കരുതുന്നത്. വായിച്ച വേദഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വിശുദ്ധ കന്യക മറിയാമൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. അത് ഇന്ന് പ്രഭാതത്തിൽ നടത്തുമ്പോൾ പ്രിയപ്പെട്ട MC തോമസ് അച്ഛൻ്റെ പുസ്തകത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു ധ്യാനത്തിന് എന്താണ് പേര് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ
അത് വിശുദ്ധ കന്യക മറിയാമിൻ്റെ വിശ്വാസ ജീവിത യാത്രയുടെ കനൽ വഴികൾ. ആ കനൽ വഴികൾ നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങൾ. ഇവയാണ് വളരെ ചുരുക്കം ചില നിമിഷങ്ങളിലൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർത്തോമാ സഭയും ഈ വിശുദ്ധ കന്യക മറിയാമിനെ ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുകയും ആദരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയുടെ തക്സ പ്രാർത്ഥനകൾ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ മറിയാമിൽ നിന്ന് ജഡം ധരിച്ച്, അല്ലേ, അങ്ങനെ പറഞ്ഞാണ് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. തുടർന്ന് വിശ്വാസ പ്രമാണത്തിലും അതോടൊപ്പം കന്യക മറിയാമിൻ്റെ പാട്ട് എന്നുള്ള നിലയിലും നാം ഓർക്കുന്നു. കൂടാതെ തന്നെ തക്സായിൽ 11-ാമത്തെ സെദറ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: പിതാവില്ലാതെ കന്യാവ്രതമുള്ള മാതാവിൽ നിന്ന് ജാതമാകുക ചെയ്ത ലോകങ്ങളുടെ നാഥൻ. ഈ രീതിയിൽ എല്ലാം തന്നെ നമ്മളും നമ്മുടെ എല്ലാ ഞായറാഴ്ചകളിലുമുള്ള ആരാധനാക്രമത്തിൽ വിശുദ്ധ കന്യക മറിയാമിനെ സ്മരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിച്ചെല്ലാം. ഇവിടെ ദൂതൻ മറിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്: സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. ഈ മറിയയുടെ ഒരു പ്രായമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ 13-നും 16-നും വയസ്സ് ഇടയിൽ പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് നമ്മൾ ഇവിടെ ഈ വേദഭാഗത്ത് കണ്ടുമുട്ടുന്ന കന്യക മറിയാം. അതുകൊണ്ട് തന്നെ ഈ കന്യക മറിയാമിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രായപൂർത്തിയായ, നമ്മളെപ്പോലെ മച്ചുറായ, അല്ലെങ്കിൽ പ്രായത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് കാണാതെ ഈ വേദഭാഗത്തിൽ നാം കാണുമ്പോൾ ആ ഒരു ഏജ് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ധ്യാനത്തിന് നമ്മൾ ഒന്ന് കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം, അതിഭാവുകത്വവും പ്രകടന പരതയും ഒക്കെ ഏറി വരുന്ന ഒരു ആത്മീയ മണ്ഡലത്തിൽ, ഒരു സാമൂഹിക ജീവിതത്തിൽ വളരെ ശാന്തമായി, വളരെ പക്വമതിയായി, ഉള്ളിലുള്ളതെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച്, എന്നാൽ അതിധീരമായ ഇടപെടലുകളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഈ ലോകത്തെ വീണ്ടെടുക്കുന്ന ആ രക്ഷണ്യ പ്രവർത്തനത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച പെൺകുട്ടിയെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയും ഒരു വിശ്വാസ ജീവിത യാത്രയിൽ നമുക്ക് നൽകുന്ന അനേക പാഠങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ധ്യാനത്തിൻ്റെ 1-ാമത്തെ പോയിന്റ് ഇങ്ങനെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും: ജീവിതയാത്രയിൽ വെല്ലുവിളികളെ ദൈവത്തോടൊപ്പം എങ്ങനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ആദ്യ പാഠമാണ് പരിശുദ്ധ കന്യക മറിയാം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നാം ഓരോരുത്തരും കടന്നു പോകുന്ന വെല്ലുവിളികളെ എങ്ങനെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നമുക്ക് അതിജീവിക്കുവാനായിട്ട്, അതിനെ നേരിടുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു മാതൃകയാണ് വിശുദ്ധ കന്യക മറിയാമിൻ്റെ ജീവിതം. വിവാഹത്തിന് മുന്നമേ നമ്മൾക്കറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ ക്രിസ്മസ് കാലയളവിൽ ഏറെ ധ്യാനിച്ചതാണ്. അധിക സമയം ആയിട്ടില്ല. നിങ്ങളുടെ മനസ്സിലെല്ലാം വളരെ വ്യക്തമായിട്ട് സുപരിചിതമായ വേദഭാഗം ആണ് ഇതെന്നറിയാം. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ആ ചിന്തകളിലൂടെ ഒന്ന് കടന്നു പോയെങ്കിൽ മാത്രമേ അതിൻ്റെ ആഴങ്ങളിലെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ഇപ്രകാരം ഒരു ദൈവിക അരുളപ്പാട് ആ പെൺകുട്ടിക്ക് ലഭിച്ചു കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏറെ നാളായി താൻ കണ്ടുകൊണ്ടിരുന്ന ആ സ്വപ്നത്തിൻ്റെ സാധ്യതകൾ ഒരുപക്ഷെ എന്നേക്കുമായിട്ട് അവസാനിച്ചു പോകാം. അതുകൂടാതെ തന്നെ സമൂഹം ആകമാനം അവളെ കുറ്റക്കാരിയെന്ന് പഴിചാരാം. അവളുടെ വീടിൻ്റെ വാതിലുകൾ അവളുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടാം. അവളുടെ കുടുംബത്തെ മറ്റുള്ളവർ എല്ലാവരും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി എന്ന് വരാം. അതുമാത്രമല്ല, പുറം ലോകം അറിയുമ്പോൾ അന്നത്തെ നിയമമൊക്കെ അനുസരിച്ച് കല്ലേറിൻ്റെ അതിവേദനയാൽ ജീവൻ പൊലിയുന്ന അതിക്രൂരമായ ശിക്ഷയുടെ ഒരു സാധ്യത കൂടി ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം ഓർക്കണം.
അതുകൊണ്ട് ഇപ്രകാരം ലോകത്തിൻ്റെ രക്ഷകന് വേണ്ടി തൻ്റെ ഉദരം സമർപ്പിക്കുമ്പോൾ, ദൈവഹിതത്തിന് മുമ്പിൽ തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, വളരെയധികം ഒരുപക്ഷെ ഇന്നും ഒരു സ്ത്രീയും അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് മറിയ കടന്നുപോയത് എന്ന് നമുക്കറിയാം. ഇത് വിവാഹത്തിന് മുമ്പുള്ള പ്രതിസന്ധികളാണ് എങ്കിൽ, ഭയപ്പെട്ടിരുന്ന പ്രതിസന്ധികൾ ആണ് എങ്കിൽ, വിവാഹത്തിന് ശേഷവും നമുക്കറിയാം ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് അവൾക്ക് ഇടം ലഭിക്കുന്നില്ല. അതിനുശേഷം കുഞ്ഞിന് ജന്മം നൽകിക്കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി നിലനിൽക്കുമ്പോൾ ജോസഫും മേരിയും ഒരുമിച്ച് ചേർന്ന് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ മുതിർന്നതിന് ശേഷം നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അവിടെയെല്ലാം ഒരു നിറ സാന്നിധ്യമായിട്ട് മറിയയുടെ ഒരു നിശബ്ദ സാന്നിധ്യം, നിറസാന്നിധ്യമാണ്. ഒപ്പം തന്നെ ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് മറിയ യേശുവിനെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. അത് അവൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, അവനെ മറ്റുള്ളവർ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് കളിയാക്കി ആക്ഷേപിക്കുമ്പോൾ, അവൻ്റെ മുഖത്ത് തുപ്പുമ്പോൾ, സ്വന്തം മകനെ മറ്റുള്ളവർ അതിക്രൂരമായ പീഡനങ്ങളുടെ അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോൾ, ഏറ്റവും അവസാനമായി ക്രൂസിൻ്റെ മുമ്പിലും ഈ അമ്മ മറിയ ഇങ്ങനെ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ കനൽ അനുഭവം എത്ര പൊള്ളൽ ഏൽപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിലും മറിയ ഒരിക്കലും പതറിപ്പോകുന്നതായിട്ടോ വിശ്വാസത്തിൽ പിന്നോക്കം പോകുന്നതായിട്ടോ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ദുഃഖ ശനിയാഴ്ച ദിവസത്തിലും വളരെ പ്രതീക്ഷയോടുകൂടി മറിയ കാത്തിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ചർച്ച് ഓഫ് മേഴ്സി എന്ന് പറയുന്ന പുസ്തകത്തിൽ മറിയയുടെ ഈ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ലൈനുകളൊക്കെ. ഞാനത് എൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ പലപ്പോഴും എഴുതിയിടാറുണ്ട്. ഇങ്ങനെയാണ് പോപ്പ് ഫ്രാൻസിസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മേരീസ് ഫെയ്ത്ത് വാസ് എ ലിറ്റിൽ ഫ്ലെയിം ബേണിംഗ് ഇൻ ദ നൈറ്റ്. ഹെർ ഫ്ലെയിം, സ്മോൾ ബട്ട് ബ്രൈറ്റ്, റിമെയിൻഡ് ബേണിംഗ് അണ്ടിൽ ദ ഡോൺ ഓഫ് റിസറക്ഷൻ. മേരിയുടെ ആ വിശ്വാസത്തിൻ്റെ ആ ചെറിയ തീജ്വാല ഒരു അന്ധകാരത്തിനും അതിനെ അണച്ചു കളയുവാനായിട്ട് സാധിക്കുന്നില്ല. ദുഃഖ ശനിയാഴ്ചയുടെ അന്ധകാരം നിറഞ്ഞ അനുഭവത്തിലും മറിയയുടെ ആ ദൈവ വിശ്വാസം എന്ന തീജ്വാല അത് നഷ്ടപ്പെടാതെ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഉത്ഥാനത്തിൻ്റെ പൊൻപുലരി കാണുവാനായിട്ട്. അതുകൊണ്ട് ജീവിതത്തിൽ വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരുപക്ഷെ ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ഇതൊക്കെയാണോ എന്ന് ചോദിച്ചു പോകാവുന്ന അനുഭവങ്ങളിലൂടെ മറിയ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും മറിയയുടെ വിശ്വാസ ജീവിതത്തിന്, പ്രിയപ്പെട്ടവരെ, ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് തലമുറകൾ ഈ മറിയെ, വിശുദ്ധ കന്യക മറിയാമിനെ, തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന അനുഭവത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ചോദ്യം ഉള്ളത്: ലൈക്ക് മേരി, ഡു വി കീപ് ഇറ്റ് ബേണിംഗ് ഈവൻ ഇൻ ദ ടൈംസ് ഓഫ് ഡിഫിക്കൽറ്റി, ഇൻ മൊമെന്റ്സ് ഓഫ് ഡാർക്ക്നെസ്? മറിയയുടെ ആ വിശ്വാസത്തിൻ്റെ തീജ്വാല, അന്ധകാരം നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ അവളത് കെട്ടുപോകാതെ സൂക്ഷിച്ചെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള ചോദ്യമാണ്: വിശ്വാസത്തിൻ്റെ കനൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ അഗ്നി, ഇതിൻ്റെ ശോഭ മങ്ങിപ്പോകുന്നുണ്ടോ? ഇത് കെട്ടുപോകുന്നുണ്ടോ? ചുറ്റുമുള്ള അന്ധകാരത്തിന്, നമ്മളെ ഭീതിപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന പല രീതിയിലുള്ള അന്ധകാര അനുഭവങ്ങൾക്ക് നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ തീജ്വാലയെ നശിപ്പിച്ചു കളയുവാനായിട്ട് സാധിക്കുകയില്ല, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട് ഊഷരമായ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുക എന്നുള്ളത് ഇന്നിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. സങ്കടങ്ങൾ നേരിടുവാൻ ത്രാണിയില്ലാത്തവരായി നാം പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. സങ്കടങ്ങൾ നേരിടുവാനായിട്ട് ത്രാണി ഇല്ലാത്തവരായി പോകുന്നു. നനച്ചിരിക്കാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ
ഒരുപക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ വരുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ആ ഒരു യാത്രയിൽ പലപ്പോഴും പുറകോട്ട് പോകുന്നവരാണ് നമ്മൾ. ആക്റ്റീവായിട്ടൊക്കെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വല്പം ഒന്ന് പിറകോട്ട് മാറുന്ന അനുഭവങ്ങളും കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കന്യക മറിയാമിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നാം അതേ ആ ഒരു തീഷ്ണതയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ ഉയരങ്ങളിലേക്ക് നാം ദൃഷ്ടികളെ ഉയർത്തിയാൽ, ആർത്ത് അലച്ച് പെയ്യുന്ന സങ്കടങ്ങളുടെ പെരുമഴയിൽ ദൈവകൃപയുടെ ഒരു മഴവില്ല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധിച്ചിട്ടില്ലേ? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇനി എന്ത് ചെയ്യും, എല്ലാം കൈവിട്ടു പോയി എന്നൊക്കെ നാം ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ, ആരും നമ്മെ സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ കണ്ണുകൾ നാം സ്വർഗത്തിലേക്ക് ഉയർത്തിയാൽ അത്ഭുതകരമാർന്ന വഴികൾ തുറന്നു തരുവാൻ ശക്തനാണ് നാം വിശ്വസിക്കുന്ന ദൈവം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൂതൻ മറിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്താണ്? കൃപ ലഭിച്ചവളെ, മേരി ഫുൾ ഓഫ് ഗ്രേസ്. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ മറിയയ്ക്ക് എങ്ങനെ കടന്നു പോകുവാനായിട്ട് സാധിച്ചു? അത് അവളിലേക്ക് പകരപ്പെട്ട ദൈവകൃപയുടെ വലിയ അനുഭവത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയും, ഈ ഒരു ദൈവകൃപ ആണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്കും ആവശ്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനോട് പറയുന്നുണ്ട്, എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി. ഈ ഒരു വലിയ ദൈവകൃപയുടെ അനുഭവത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഇപ്രകാരമുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ, അല്ലെങ്കിൽ അതിജീവിക്കുവാൻ കെൽപ്പുള്ളവരായിട്ട് മാറുന്നത്. ഈ കൃപ പ്രാപിച്ചവരാണോ നമ്മൾ? മറിയയ്ക്ക് ലഭിച്ച ഈ ദൈവകൃപ പ്രാപിച്ചവരാണോ നമ്മൾ? നിങ്ങൾ എന്ത് പറയുന്നു? സംശയമുണ്ടോ? ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. പ്രാപിച്ചു എന്നങ്ങ് ധൈര്യത്തിൽ പറയുന്നില്ല അല്ലേ? ഈ ദൈവകൃപ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ ദൈവകൃപയുടെ ഉറപ്പ് സഭ നമുക്ക് നൽകുന്നുണ്ട്. എന്തിലൂടെയാ? കൂദാശകളിലൂടെ അല്ലേ? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ രൂപങ്ങളായി ഈ വിശ്വാസ ജീവിത യാത്രയുടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ ദൈവകൃപയുടെ ഉറപ്പ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരാരും അധൈര്യപ്പെട്ടു പോകേണ്ടതോ സംശയിച്ചു പോകേണ്ടതോ ആയ ആവശ്യമില്ല. മറിയുടെ മേൽ ലഭിച്ചതായ ഈ ദൈവകൃപ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഔദാര്യമായിട്ട് ദാനം ചെയ്യുന്നതാണ്. ഈ ദൈവകൃപയിൽ ഉറപ്പും വിശ്വാസവും ഉള്ളപ്പോൾ, ധൈര്യമുള്ളപ്പോൾ, കമ്മിറ്റ്മെൻ്റ് ഉള്ളപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വാടിപ്പോകാതെ ഏറിയ സന്തോഷത്തോടെ നമുക്കും മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ദൈവകൃപയുടെ ഉറപ്പിൽ വേണം ഈ പന്തൽ വിട്ട് പോകുവാനായിട്ട്. ലഭിച്ച ദൈവകൃപയിൽ അനുദിനം വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇങ്ങനെ സാധിക്കുന്ന അനേകരുടെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കുവാനായിട്ടുണ്ട്. മർത്തോമാ സഭയിലെ ഒരു ബസ്കിയാമോ ആയിരിക്കുന്നത്തോളം കാലം ഞാൻ ഏറ്റവും കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ എൻ്റെ കൊച്ചമ്മമാരെ തന്നെയാണ്. ഈ നാളുകളിൽ ഞാൻ ഏറെ ആദരവോടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സഭയിലെ വർഗീസ് ജേക്കബ് അച്ഛൻ്റെ സഹധർമ്മിണി പ്രിയപ്പെട്ട മിനു കൊച്ചമ്മ. കഴിഞ്ഞ ഫെബ്രുവരി മാസം വളരെ ഔചാരിതമായ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് കൊച്ചമ്മയ്ക്ക് ലുക്കീമിയ സ്ഥിരീകരിക്കുന്നത്. ഈ മാസത്തെ കീമോയും കൂടെ കഴിയുമ്പോൾ ഏകദേശം 77
കീമോതെറാപ്പി ഇഞ്ചക്ഷനിലൂടെയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ കടന്നുപോയത്. എന്നാലും ഏറെ ദൈവത്തിൽ പ്രത്യാശയുള്ളവളായി തൻ്റെ ഈ ജീവിത അനുഭവത്തിൽ RCCയിൽ കണ്ടുമുട്ടുന്ന നിരാശ നിറഞ്ഞ വ്യക്തിത്വങ്ങളോട് ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ധൈര്യപൂർവ്വം പങ്കുവയ്ക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ട കൊച്ചമ്മയിലൂടെ സാധിക്കുന്നു. ഞാൻ കൊച്ചമ്മയോട് എപ്പോഴും ചോദിക്കും, കൊച്ചമ്മ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഹൗ യു മെയ്ഡ് ഇറ്റ് പോസിബിൾ? കൊച്ചമ്മ പറയും എന്നോട്, പ്രിയ കൊച്ചമ്മേ, ദൈവം നൽകിയ ഒരു കൃപയാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായ ജീവിതത്തിൻ്റെ കനൽ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ദൈവകൃപയെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് വിശുദ്ധ കന്യകമറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, ബലഹീനതയിൽ ബലം നൽകുന്ന ഒരു ദൈവം. നമ്മൾ ആരും ശ്രേഷ്ഠരല്ല, എല്ലാം തികഞ്ഞവരല്ല. നമ്മുടെ ബലഹീനതകളുടെ മധ്യത്തിൽ, നമ്മുടെ പതർച്ചകളുടെ മധ്യത്തിൽ, നമ്മുടെ നിരാശയുടെ മധ്യത്തിൽ, നമ്മുടെ പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ബലം നൽകി കൃപ നൽകി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കതുകൊണ്ട് ഇങ്ങനെ ചേർന്ന് പാടാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അതുകൊണ്ട് ഈ ദൈവകൃപ പ്രാപിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം പ്രതിസന്ധികളുടെ മധ്യത്തിൽ കാഴ്ചവെക്കുവാൻ ദൈവ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് മറിയയുടെ ഈ വിശ്വാസ ജീവിത യാത്രയുടെ കനൽ അനുഭവം നമുക്ക് തരുന്ന മറ്റൊരു ജീവിത പാഠം ആണ്. ജീവിതയാത്രയിൽ എങ്ങനെ നല്ല സഹയാത്രികർ ആകുവാനായിട്ട് സാധിക്കും. ഹൗ ടു ബി ഗുഡ് കമ്പാനിയൻസ് ടു അതേഴ്സ് ഇൻ ദ പിൽഗ്രിമേജ് ഓഫ് ഫെയ്ത്ത്. ഈ വിശ്വാസ യാത്ര നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവത്തോടൊപ്പം ഉള്ള സഞ്ചാരമാണ്. അതോടൊപ്പം തന്നെ അനേക സഹവിശ്വാസികൾ നമ്മുടെ ചുറ്റും ഈ യാത്ര നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ദൈവവും എൻ്റെ ആത്മരക്ഷ മാത്രം, അങ്ങനെ ചിന്തിച്ച് നീങ്ങുന്ന ഒരു ആത്മീയതയാണ് ഇന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെയുള്ള ഒരു വിശ്വാസയാത്ര നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഈ വിശ്വാസയാത്രയിൽ സഹയാത്രികരായി ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. വാഗ്ദത്ത ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ വിശുദ്ധ കന്യകമറിയാം നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത്, എങ്ങനെ സഹവിശ്വാസികൾക്ക് നല്ല മാതൃക, അല്ലേ, ഒരു നല്ല സഹയാത്രിക എങ്ങനെ ആകുവാനായിട്ട് സാധിക്കും. മറിയയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം. വേദഭാഗങ്ങൾ തുടർന്ന് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മറിയ ഉടനെ എഴുന്നേറ്റ്, അല്ലേ, ബന്ധപ്പെട്ട് ആരുടെ അടുക്കിലേക്ക് പോയി? എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോയി എന്ന് നമുക്ക് കാണാം. ചില വാക്കുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറിയ ഉടനെ എഴുന്നേറ്റു, അതുപോലെ തന്നെ അവൾ ബന്ധപ്പെട്ടാണ് യാത്ര ചെയ്തത്. ഈ വാക്കുകളൊക്കെ വളരെ ജാഗ്രതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം തൊട്ട ഒരാൾ, ദൈവകൃപ പ്രാപിച്ച ഒരാൾ, അയാൾക്ക് വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവകൃപ പ്രാപിച്ചു, ദൈവം എന്നെ തൊട്ടു എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും അവരവരുടെ സ്വാർത്ഥപരമായ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും ആ ഒരു ലാക്കു മാത്രം കണക്കാക്കിയുമാണ് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്കെവിടെയോ പരാജയം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തൊട്ട ഒരാൾ ഇവിടെ ഉണർന്നെഴുന്നേൽക്കുന്നു, യാത്ര ചെയ്യുന്നു. മറിയെപ്പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മേരി
ഡസ് നോട്ട് ലീവ് ഇൻ ഹേസ്റ്റ് ബട്ട് വെന്റ് വിത്ത് ഹേസ്റ്റ്. മേരി ഡസ് നോട്ട് ലീവ് ഇൻ ഹേസ്റ്റ് ബട്ട് വെന്റ് വിത്ത് ഹേസ്റ്റ്. അവളിങ്ങനെ തിടുക്കത്തിൽ പോയി. എന്നാൽ നമ്മളെപ്പോലെ ഒരു ബിസി ലൈഫ് നടത്തിയ ആളല്ല. നമ്മളിങ്ങനെ വളരെ ബിസി ലൈഫ് നടത്തുന്നവരാകുന്നതുകൊണ്ട് നമുക്കിന്ന് എങ്ങും പോകുവാനായിട്ട് സമയമില്ല, അല്ലേ? ഇതിലിവിടെ നമ്മൾക്കറിയാം, മറിയ എഴുന്നേറ്റു. ആ എഴുന്നേറ്റു എന്ന് പറയുന്നുള്ള അതിൻ്റെ റൂട്ട് വേർഡൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ചെയറിൽ നിന്ന് എഴുന്നേറ്റു, അല്ലെങ്കിൽ ഒരു ബെഡിൽ നിന്ന് എഴുന്നേറ്റു, ആ അർത്ഥത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ചില നിയതമായ ലക്ഷ്യത്തോടു കൂടി, ചില പ്രത്യേക ജീവിത ദർശനത്തോടു കൂടി ഒരാൾ എഴുന്നേൽക്കുന്ന അനുഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകൃപ പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്രകാരം ചില പ്രത്യേക ജീവിത ദർശനങ്ങളോടുകൂടി എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല. എഴുന്നേൽക്കുക മാത്രമല്ല, അന്യരുടെ അടുക്കലേക്ക്, സഹവിശ്വാസികളുടെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ടും നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കേട്ടിട്ടുണ്ട്, അതിവേഗം ബഹുദൂരം, അല്ലേ? അതിവേഗം ബഹുദൂരം. മറിയ അങ്ങനെയാണ് ചെയ്തത്. അതിവേഗം ബഹുദൂരം അവൾ എഴുന്നേറ്റ് എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ ഒരുപക്ഷെ രണ്ട് രീതിയിൽ മറിയയ്ക്ക് അഭിമുഖീകരിക്കാമായിരുന്നു. ഒന്ന്, പേടിച്ച് ഭയപ്പെട്ട്, അല്ലേ? സമ്മതമൊക്കെ മൂളിയെങ്കിലും ഇനി എന്തൊക്കെ വന്ന് ഭവിക്കാം, അല്ലേ എന്ന് വിചാരിച്ച് പുറം സമൂഹവുമായിട്ടൊന്നും ബന്ധപ്പെടാതെ ഭവനത്തിൽ ഇങ്ങനെ ഒളിച്ച് താമസിക്കാം. അതാണ് ഒരു ഓപ്ഷൻ. എന്നാൽ ഈ 13 16 ഒക്കെ ഇടയിൽ പ്രായമുള്ള ഈ പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, ആഴമായ ദൈവവിശ്വാസത്തിലും ആത്മസമർപ്പണത്തിലും അതിജീവനത്തിൻ്റെ യാത്രകൾ നടത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറിയ എലിസബത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് മറ്റൊരു പ്രസംഗ വിഷയമാണ്. ഈ ഒരു ഇന്നത്തെ ധ്യാനവുമായി അതിനെ ചേർത്ത് വെക്കുവാൻ സാധിക്കുന്നില്ലാത്തത് കൊണ്ട് ആ ഒരു ഡിസ്കഷനിലോട്ട് ഞാൻ പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം, വളരെ ഹൃദ്യമായ വർത്തമാനങ്ങൾ, സംഭാഷണങ്ങളാണ് അവർ തമ്മിൽ പങ്കുവെക്കുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, അല്ലേ, മാതാവ്, എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് എന്ത് യോഗ്യത. ഇതൊക്കെ വളരെ ലാഘവത്തോടെ സിമ്പിളായിട്ടങ്ങ് വായിച്ചു പോകരുത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ അവർ തമ്മിൽ അവരുടെ ഹൃദയവേദനകൾ പങ്കുവെക്കുകയാണ്. പ്രായത്തിൽ, അല്ലേ, വളരെയധികം വ്യത്യാസം അവർ തമ്മിലുണ്ട്. ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരാൾ പ്രായം കഴിഞ്ഞിട്ട് ഗർഭവതിയാകുമ്പോൾ മറ്റൊരാൾ പ്രായം എത്തുന്നതിന് മുമ്പേ ഗർഭവതിയാകുന്നു. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ പരസ്പരം ആ ദൈവ കൃപയിൽ ഉറപ്പിക്കുവാനായിട്ട്, അവർക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ പ്രത്യേകമായ ദർശനങ്ങളിൽ അവർ പങ്കുകാരായി തീരുന്നതിനെ പരസ്പരം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് ഈ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണം ഇടയാകുന്നു. തൻ്റെ അടുക്കൽ യൗവനക്കാരിയായ മറിയ കടന്നു വരുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിന് വാക്കുകളിലൂടെ തെളിമ നൽകുവാനായിട്ടാണ് എലിസബത്ത് ശ്രമിക്കുന്നത്. വാക്കുകൾ പലപ്പോഴും എന്താണ്, ഹൃദയത്തെ തണുപ്പിക്കുന്നു, സന്തോഷം പകരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഈ ലോകത്തെ നിലനിർത്തുന്നത് തന്നെ ഇപ്രകാരം വളരെ ഹൃദ്യമായ വർത്തമാനങ്ങളാണ്, സംസാരങ്ങളാണ്. നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരുടെ ജീവിത ദർശനങ്ങളിൽ അവരെ ഊട്ടി ഉറപ്പിക്കുവാൻ, അവരുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവിനെ അവർക്ക് പങ്കുവെക്കുവാൻ, നമ്മളാലാവും വിധം മറ്റുള്ളവർക്ക് ഭൗതികമായ കൈത്താങ്ങൽ നൽകി അവരുടെ ജീവിതയാത്രയിൽ അവരെ മുന്നോട്ട് നയിക്കുവാൻ വിശ്വാസ സമൂഹമേ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കണമെന്നാണ് വിശുദ്ധ കന്യകമറിയാം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ സംഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ
നമ്മുടെ മനസ്സുകളെ തന്നെ അങ്ങ് തകർത്ത് കളയുന്ന അനുഭവങ്ങൾ അല്ലേ? നമ്മൾ പരസ്പരം കാണുമ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നമ്മുടെ ദേവാലയത്തിലൊക്കെ വരുമ്പോൾ പലപ്പോഴും യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പരാതി പറയാറുണ്ട്. അവർക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ നമ്മളവരെ കാണുന്ന വഴി ചോദിക്കും, നിനക്ക് ഇതുവരെയും ജോലിയൊന്നും ആയില്ലേ? വിവാഹം കഴിച്ചാൽ നമ്മളൊരു 3 മാസം വരെയൊക്കെ ക്ഷമയോടെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോദ്യം എന്താണ്? വിശേഷമൊന്നും ആയില്ലേ? രോഗത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ, ഒരു പക്ഷേ കീമോതെറാപ്പിയിലൂടെ ഒക്കെ കടന്നുപോയവർ നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നാം അവരെ എങ്ങനെയാണ് നോക്കുന്നത്? കാഴ്ച ബംഗ്ലാവിൽ പോയി, സൂവിലൊക്കെ പോയി അവിടെയുള്ള ജീവികളെ കാണുന്നത് പോലെ അതിക്രൂരമായി അവരെ നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ നോട്ടവും നമ്മുടെ വാക്കുകളും അത് ഒരാളിലുള്ള ദൈവവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരണം. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്നത്തെ ഈ തിരക്ക് നിറഞ്ഞ ജീവിതകാലത്തിൽ നമുക്ക് ആരെയും ഒന്ന് ശ്രദ്ധിക്കുവാൻ പോലും സമയമില്ല. ആരുടെയും മുഖത്തേക്ക് വളരെ സ്നേഹത്തോടെ നോക്കുവാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നില്ല. ഞങ്ങൾ അമേരിക്കയിൽ സഭയുടെ നിയോഗപ്രകാരം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയപ്പോൾ 2015 കാലത്തിലാണ്. അന്നാണ് ആദ്യമായിട്ട് ഈ റോബോട്ട്സിനെ കാണുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരായതുകൊണ്ട് അങ്ങനെ റോബോട്ട്സിനെ ഒന്നും ഇപ്പം ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഫ്ലോറിൽ നിന്നും മറ്റൊരു ഫ്ലോറിലേക്ക് മെഡിസിനൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ റോബോട്ട്സിനെ ഉപയോഗിച്ചാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പല കാഴ്ചകളും കണ്ടിങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് പോയപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ഒരു ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ ഒരു സിക്സാക് മൂവ്മെൻറ്റിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വരുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം മാറി നിന്ന് കൊടുക്കുക. കാരണം നമ്മുടെ ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റക്കിൾ അതിനുണ്ടായാൽ അത് നിന്നു പോവും. അവർക്കതറിയാം. നമ്മളൊക്കെ ഒന്നോടെ അതിൻ്റെ മുമ്പിൽ കയറി നിന്ന് ഒന്നോടെ ഒന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കും. അപ്പോൾ ഈ റോബോട്ട്സിനെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതിങ്ങനെ ചുറ്റും നിൽക്കുന്നവരെ ഒന്നും നോക്കുന്നില്ല. അതിങ്ങനെ പോവുകയാണ്. അതിൻ്റെ പ്രോഗ്രാം ചെയ്തു വെച്ചതിനനുസരിച്ച് അത് മുമ്പോട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ കയറും, അടുത്ത ഫ്ലോറിൽ പോകും, അവിടെ ഫാർമസിയിൽ കൊണ്ട് ഈ മെഡിസിൻ ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടു. ഇന്ന് നമ്മൾ അമേരിക്കയിലൊന്നും അല്ലെങ്കിലും നമ്മളും ഇങ്ങനെയൊക്കെ അല്ലേ റോബോട്ട്സിനെ പോലെ ആയിത്തീരുക. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ല. വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തവരായി നാം പോവുകയാണ്. 24/7 നമ്മൾ ഈ മൊബൈലിലെ കമ്മ്യൂണിക്കേഷനിൽ ആണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളുടെ ഹൃദയവേദനയെ ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ കാലത്തിൻ്റെ വലിയ അപജയമല്ലേ? ടൈപ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇമോഷൻസ് എന്ന് പറയും. നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇമോജീസ് ഉണ്ട് ഇഷ്ടം പോലെ അല്ലേ? ഒരു യെല്ലോ കളറിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ യൂസ് ചെയ്യുന്നത് എനിക്കറിയാം. ഒരു സ്മൈലിയെ നമ്മളവിടെ ഇട്ട് വെക്കും. ഇനി സങ്കടം വന്നെങ്കിലോ, ആർക്കെങ്കിലും രോഗമാണെന്നൊക്കെ ഒരു മെസ്സേജ് ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുമ്പോൾ കാണാം ബ്ലൂ കളറിൽ കണ്ണുനീരിങ്ങനെ ഒലിപ്പിക്കുന്ന ഇമോജീസ്. അവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നില്ല. അങ്ങനെയൊന്നുള്ള വികാര വിക്ഷോഭങ്ങൾ ഇല്ലാത്ത യന്ത്ര മനുഷ്യരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മറിയ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് എങ്ങനെ നല്ല ഒരു സഹയാത്രികരായിട്ട് മാറുവാൻ സാധിക്കും. അതിന് ചില ബദ്ധപ്പാടുകളുണ്ട്, അതിന് ചില കഷ്ടപ്പാടുകളുണ്ട്. ഇതാണ് കുരിശിൻ്റെ സന്ദേശം. മറ്റുള്ളവർക്ക് വേണ്ടി നാം എടുക്കുന്ന വേദന, മറ്റുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി നാം ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതിൽ നാം അനുഭവിക്കുന്ന ചില കഷ്ടങ്ങളുണ്ട്. അതാണ് കുരിശ്. കുരിശിൻ്റെ ദർശനം പ്രിയപ്പെട്ടവരെ അതാണ്. അല്ലാതെ നാം അണിയുന്ന കുരിശ്, നാം സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ഈ കുരിശെന്ന് പറയുന്നത്
എൻ്റെയും എൻ്റെ മക്കളുടെയും മാത്രം ആത്മനിർവൃതിക്ക് വേണ്ടിയുള്ളതല്ല. ഇത് അനേകർക്ക് വേണ്ടി അവരുടെ ജീവിതയാത്രയിൽ തുണ നിൽക്കുവാനായിട്ട് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ട വേദനയുടെ പേരാണ് കുരിശ്. ഇത് ആണ് മറിയയും എലിസബത്തും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് കാണാം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ എലിസബത്തിൻ്റെ അടുക്കൽ പോയ മറിയെ വീണ്ടും വേദപുസ്തകത്തിൽ നാം കണ്ടെത്തുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. അവിടെയും ആ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, അവരുടെ ആത്മാഭിമാനത്തിന് ചില കളങ്കമൊക്കെ നേരിടുമെന്നറിയുമ്പോൾ മറിയ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ പ്രതിസന്ധി അറിഞ്ഞ് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപരൻ്റെ സന്തോഷത്തിനായി സ്വീകരിക്കുന്ന ചില നടപടികൾ, ചില ഇടപെടലുകൾ, ഇങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, നമ്മുടെ ജീവിതത്തിന് പുറത്ത് നമുക്ക് സ്നേഹിക്കുവാനും ഇടപെടുവാനും നാം കണ്ടെത്തേണ്ട കാരണങ്ങളുടെ പേരാണ് എലിസബത്ത്, ഖാന എന്നൊക്കെ പറയുന്നത്. നമുക്ക് പുറത്ത് നാം ഇടപെടേണ്ട, നാം കണ്ടെത്തേണ്ട കാരണങ്ങൾ, സ്നേഹിക്കാനും ജീവിക്കാനും ഒക്കെ നാം കണ്ടെത്തേണ്ട കാരണങ്ങൾ. അതുകൊണ്ട് ഇന്ന് എലിസബത്തുമാരുണ്ട്. നാം കടന്നു ചെല്ലേണ്ട കാനാവിലെ വീടുകൾ ഇന്നും ഈ 2025 ഉണ്ട്. കണ്ടിട്ട് കാണാതെ നമ്മൾ പോകുന്നുവെങ്കിൽ, ഈ കാഴ്ചകളൊന്നും നമ്മെ ബാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ യാത്രയ്ക്ക് സാരമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വീണ്ടും എനിക്ക് അറിയാവുന്ന തന്നെ ഒരു ബസ്കിയാമോയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം, എന്താണ് കൊച്ചമ്മ ഇങ്ങനെ പറയുന്നത് എന്ന്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തിൽ പുരോഹിതന്മാരെയും ഒക്കെ പ്രത്യേകം ഇങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ മോശം അനുഭവങ്ങളെ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചാനൽ ചർച്ചകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ഇറങ്ങുന്ന ഈ കാലയളവിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷക്കാരും മർത്തോമാ സഭയിലുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് കൊച്ചമ്മ, കോവിഡ് സമയത്ത് കൊച്ചമ്മ സമയം വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് മലയാളത്തിൽ നിന്നും ബൈബിൾ ഇതര ഗോത്രവർഗ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു പ്രത്യേക ഓർഗനൈസേഷനുണ്ട്. അവരുടെ കൂടെ കൂടി അങ്ങനെ ഈ മലയാളത്തിൽ നിന്നും ആദിവാസികളുടെ ചില പ്രത്യേക വിഭാഗമായ പണിയ വിഭാഗത്തിലേക്ക്, പണിയ ഭാഷയിലേക്ക് ഈ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് പ്രിയ കൊച്ചമ്മ തൻ്റെ സമയം ഏറെ ചെലവഴിച്ചു. അങ്ങനെ ആ ഗ്രൂപ്പുമൊക്കെ ആയുള്ള ബന്ധത്തിൽ ആ പണിയ വിഭാഗത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആ സമൂഹത്തിൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി, പെൺകുട്ടികളെപ്പറ്റി വളരെയധികം വേദനയും അവരെ നമ്മളെപ്പോലെ, നമ്മളുടെ മക്കളെ പോലെയൊക്കെ ഉയർത്തിക്കൊണ്ടു വരണം എന്നുള്ള താല്പര്യവുമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് അടൂർ ഭദ്രാസനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടുന്ന് പ്രിയപ്പെട്ട സുനി കൊച്ചമ്മ ജോണച്ചനോടൊപ്പം കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലേക്ക് വന്നതും, ജീവൻ ജ്യോതി എന്ന് പറയുന്ന ഈ കുന്നംകുളം മലബാർ ഡയോസിസിൻ്റെ ഒരു പ്രോജക്റ്റാണല്ലോ. ഏകദേശം 25-ൽ-അധികം പെൺകുട്ടികൾ, ഈ വിഭാഗത്തിൽപ്പെട്ടവർ ഈ സഭയുടെ ഒരു പ്രത്യേക ശ്രദ്ധയിൽ, താല്പര്യത്തിൽ അവരുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം കരുപിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ ഞാനിന്ന് ബൈബിൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായ ആ കൊച്ചമ്മ ആ കുഞ്ഞുങ്ങളെയൊക്കെ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച് കിടത്തുന്നത്, മുടി ചീകി കൊടുക്കുന്നത്, മുടി കെട്ടിക്കൊടുക്കുന്നത്, വളരെ സ്നേഹത്തോടെ അവരുടെ സമയം ഈ ഒരു പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇങ്ങനെ ഇത് ഈ ഒരു ഉദാഹരണം മാത്രമല്ല, നമ്മുടെ സഭയിൽ ഇപ്രകാരം ഡെഡിക്കേറ്റഡ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന
അനേക പട്ടക്കാരും കുടുംബവുമുണ്ട്. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമതായിട്ട് ഈ വേദഭാഗം പഠിക്കുമ്പോൾ മറിയ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയിലും സഭയുടെ പൈതൃകത്തിലും എങ്ങനെ മക്കളെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. ദൈവിക പദ്ധതിയിലും സഭയുടെ പൈതൃകത്തിലും എങ്ങനെ തലമുറകളെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കും. ജോസഫിൻ്റെയും മറിയയുടെയും ഒക്കെ ഒരു പരിപാലനയിൽ വളർന്ന ഈ യേശു സുവിശേഷ വേദഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, 12-ാമത്തെ വയസ്സിൽ അല്ലേ പതിവ് പോലെ അവർ ദേവാലയത്തിലേക്ക് പോയി ഉത്സവം ആചരിക്കുവാനായി. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം, അവിടെ ഇരിക്കുന്ന അല്ലേ ഗുരു ശ്രേഷ്ഠന്മാരുടെ ഇടയിൽ, റബ്ബിമാരുടെ ഇടയിൽ നിന്നുകൊണ്ട് വചനത്തെ അല്ലേ വ്യാഖ്യാനിക്കുന്നു. അവരോട് ഡിസ്കഷനിൽ ഏർപ്പെടുന്നു, സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനല്ലേ, ഇത് സ്വയം അങ്ങ് രൂപപ്പെട്ടോളുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു രൂപപ്പെടൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും പിതാവായ ദൈവത്തിന് ഇങ്ങനെയൊരു കുടുംബത്തിലേക്ക് തൻ്റെ പുത്രനെ ദാനമായി നൽകേണ്ട ഒരു രക്ഷണ്യ പദ്ധതി അവിടെ ക്രമീകരിക്കേണ്ടതായ ആവശ്യമില്ലായിരുന്നു. ദൈവപുത്രനാണെങ്കിൽ കൂടിയും ജോസഫിൻ്റെയും മറിയയുടെയും ഒരു പരിലാളനയിൽ ഈ മകൻ വളർത്തപ്പെട്ട് കഴിയുമ്പോഴാണ് എല്ലാ പാരമ്പര്യങ്ങളും, അന്ന് നിലവിലിരുന്ന സഭയുടെ എല്ലാ പാരമ്പര്യങ്ങളിലും സഭയുടെ ആ ട്രഡീഷൻസ് അതിനെല്ലാം അനുസരിച്ച് ഈ കുഞ്ഞിനെ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചു. അതുകൊണ്ടാണ് അറ്റ് ദി ഏജ് ഓഫ് 12 അതിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്ന് ഈ മൈഗ്രേഷൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഏകദേശം അത്രയും അല്ലേ 18 വയസ്സ് വരെ എന്ന് നമുക്ക് പറയാം മാക്സിമം. അതിന് മുമ്പും പോകുന്നവരുണ്ട്. 18 വയസ്സ് വരെ ഇന്ന് ഈ ഒരു പ്രത്യേക ലോകക്രമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആത്മീയ പൈതൃകം അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ മറിയയുടെയും എലിസബത്തിൻ്റെയും ഒക്കെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ വളർത്തിയ കുഞ്ഞുങ്ങൾ, അവർ ഉദരത്തിൽ അല്ലേ വഹിച്ച ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്, അത് ആ കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കുഞ്ഞുങ്ങളായിരുന്നില്ല. മരണത്തിനു വേണ്ടി എറിഞ്ഞു കൊടുക്കുവാൻ നിശ്ചയിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ. അവരുടെ അമ്മമാരായിട്ടാണ് ഈ 2 സ്ത്രീകൾ മാറുന്നത്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളെ ഈ കാലത്തിൽ രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് വളരെ ചെറുപ്രായം മുതൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഇതാ മറിയയും അതുപോലെ തന്നെ എലിസബത്തും ലോകത്തിനു വേണ്ടി ജീവിക്കുന്ന മക്കളെ വളർത്തിയെടുത്തവരായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ട മോത്തി വർക്കി അച്ഛനിലൂടെ ദൈവഹിതം എന്ത് എന്നൊക്കെയുള്ള ദീർഘമായ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. പിതാവായ ദൈവത്തിൻ്റെ തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞ ഈ അമ്മമാർ ആ ഒരു ദർശനത്തിന് അനുസരിച്ച് അവരുടെ ഭവനങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വിജയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരാൾ കഴുത്ത് അറുത്ത് മരണത്തിന് കൊല ചെയ്യപ്പെടുമ്പോൾ മറ്റൊരാൾ കഴുമരത്തിൽ കൊല ചെയ്യപ്പെടുകയാണ്. എങ്കിലും അത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ അവർ അവരുടെ മക്കളെ സമ്പൂർണമായിട്ട് ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ആരാണ് അമ്മ? മക്കളെ പ്രസവിച്ചതുകൊണ്ട് അമ്മയാകുന്നില്ല. ഈ രീതിയിലെല്ലാം ആത്മീയ പൈതൃകം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ്
അമ്മ യഥാർത്ഥത്തിൽ അമ്മയാകുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ ശിക്ഷണത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ കാലത്തിൻ്റെ വലിയ ആവശ്യമാണ്. ഇന്ന് ഞാൻ പറയും 90% നവ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ മീഡിയയാണ് കുഞ്ഞിനെ രൂപപ്പെടുത്തുന്നത്. 90%. ബാക്കി 10% ആരുള്ളൂ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നുള്ളൂ. അതിൻ്റേതായ ചില ആത്മീയ മേഖലയിലെ പോരായ്മകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കുഞ്ഞുങ്ങളെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭവനത്തിൽ കൊടുക്കേണ്ട ആത്മീയ പരിപോഷണം ഈ കാലങ്ങളിൽ ഏറെ ജാഗ്രതയോടുകൂടി അതിൽ അമ്മമാരായി നാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി ലോകത്തിൽ ജീവിക്കുകയുള്ളൂ. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ഞാൻ പറയും, മർത്തോമാ സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതര സഭകളിൽ നിന്നും നമ്മുടെ സഭയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വേദപുസ്തക ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, വിശുദ്ധ കന്യക മറിയാമനോട് മർത്തോമാ സഭ മധ്യസ്ഥതയണച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ ഓരോ വ്യത്യസ്തതകൾ നമ്മുടെ സഭയ്ക്ക് ഉള്ളപ്പോൾ ആ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വീടുകൾ അതിനുള്ള വലിയ പാഠശാലകളാക്കി മാറ്റേണ്ടത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. 18 വയസ്സ് അപ്പുറം കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കുമോ, ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെന്ന്? ഈ അടിസ്ഥാനത്തിന്മേൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടുപണി ചെയ്യുവാനായിട്ട് ഏറെ ജാഗ്രതപ്പെടേണ്ട കാലമാണ്. കാരണം മറ്റു പല ഇടപെടലുകൾ, മറ്റ് പല ചിന്താധാരകൾ ഈ വിശ്വാസത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും യൂട്യൂബ് തുറന്നു നോക്കുമ്പോഴൊക്കെ വിവാഹ ജീവിതത്തെ ഇത്രയും അധപതിച്ച രീതിയിലൊക്കെ ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ട്. വസ്ത്രം മാറുന്നത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുനാൾ ജീവിച്ച് മറ്റൊരു ആളിലേക്കൊക്കെ മാറിപ്പോകുന്നതാണ് ഇന്നിൻ്റെ കാലം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, ജീവിതത്തിൻ്റെ അവസാനത്തോളം പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം രൂപീകൃതമാകുന്ന കുടുംബ ജീവിതത്തിൻ്റെ ധന്യതകളെ തലമുറയിലേക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളെ കാട്ടിക്കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. സമൃദ്ധിയുടെ ഒരു വലിയ കാലഘട്ടത്തിൽ, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തിൽ ഒരു പെൻസിൽ നമ്മൾ എഴുതുവാൻ തന്നാൽ അത് വെട്ടി നമ്മുടെ ഈ 2 വിരലിൻ്റെ ഇടയിൽ നിൽക്കാൻ പാകം സൈസ് എത്തുന്നത് വരെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ച് അല്ലേ അത് എഴുതും. ഇന്ന് എൻ്റെ മക്കൾ ഉൾപ്പെടെ ഒരു പെൻസിൽ കൊടുത്തു, അത് എറിഞ്ഞു കളഞ്ഞു, കണ്ടില്ല, പാക്കറ്റിൽ അടുത്ത പെൻസിൽ ഇരിപ്പുണ്ട്, നമ്മൾ കൊടുക്കുകയാണ്. ചില കാര്യങ്ങൾക്കൊക്കെ നിബന്ധനകൾ വെച്ചിരുന്നു. ഞങ്ങളുടെ മകൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബിടെക്കിന് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ കോളേജിൽ നിന്നും സ്റ്റഡി ടൂർ പോകുകയാണ്. കോളേജ് അനുവദിച്ചുള്ളത് 8 ദിവസമാണ്. കുഞ്ഞുങ്ങൾക്ക് 10 ദിവസം വേണം അവർ പോകേണ്ട സ്ഥലത്ത് പോയി വരാനായിട്ട്. അപ്പോൾ കോളേജ് അധികൃതർ അതിന് തയ്യാറല്ല. അപ്പോൾ പേരൻസ് കണ്ടുപിടിച്ച ഒരു മാർഗം, ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഫ്ലൈറ്റിന് വിടുക. വളരെ കൂളായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങോട്ടും ഫ്ലൈറ്റിന് പോകുക, ഇങ്ങോട്ടും ഫ്ലൈറ്റിന് പോകുക, അപ്പം നമുക്ക് 4 ദിവസം ലാഭം കിട്ടും. 65 കുട്ടികൾ ഉള്ള ആ ബ്രാഞ്ചിൽ ആരും അതിന് ഒബ്ജക്ഷൻ പറഞ്ഞില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പറഞ്ഞു, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ മാത്രമേ നിങ്ങൾ ഈ ടൂറിൻ്റെ സ്ഥലങ്ങളൊക്കെ ക്രമീകരിക്കാവുള്ളൂ.
ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വളരെ ചെറിയ നിസ്സാരമായ വിനോദത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അനേകം രൂപ ചെലവഴിക്കുവാൻ തയ്യാറായി നമ്മൾ സമൃദ്ധിയുടെ കാലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ, മുമ്പേ പറഞ്ഞതുപോലെ അപരൻ്റെ വേദനകൾ, അന്യൻ്റെ വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, സഭ നടത്തുന്ന മിഷൻ കേന്ദ്രങ്ങളിൽ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ, അനാഥാലയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലാണ് ദൈവം തമ്പുരാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരെ കരുതേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൻ്റെ പ്രത്യേകതകളായ നവീനമായ ചിന്താധാരകൾ ദൈവവിശ്വാസത്തിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ, സ്തുതി ചൊവ്വാക്കപ്പെട്ട ഈ വിശ്വാസം, ഈ സത്യവേദ പുസ്തകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിരപരിചിതമാക്കി കൊടുക്കുവാൻ അമ്മമാരെ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഈ കാലത്തിലുണ്ട്. എല്ലാ കാലത്തെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ നാം കൊടുക്കേണ്ട ഒരു കാലം കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയട്ടെ. അവസാനമായിട്ട് ഒരു ജീവിത പാഠം കൂടി മറിയിൽ നിന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇപ്രകാരമാണ്. നമുക്കറിയാം, പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ തമ്മിലുള്ള കാലഘട്ടം നോക്കുമ്പോൾ ഏകദേശം 400 സംവത്സരത്തിലധികം ഒരു വലിയ ജനസമൂഹം, വിശ്വാസ സമൂഹം മിശിഹായുടെ വരവിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. കൊട്ടാരങ്ങളിലൊക്കെ താമസിച്ച അനേക സ്ത്രീകൾ, അവർ പ്രതീക്ഷിച്ചു അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന്, രക്ഷകന്റെ മാതാവായി. എന്നാൽ നസ്രത്തിലെ ആ ചെറിയ പട്ടണത്തിൽ, ചെറിയ ഗ്രാമത്തിൽ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വംശപാരമ്പര്യത്തിലുള്ള കന്യകമറിയാമിനാണ് ഈ ഒരു വലിയ ദൈവത്തിൻ്റെ കടാക്ഷം, തിരഞ്ഞെടുപ്പ് ലഭിക്കുന്നത്. ഒരുപക്ഷെ ആ നിലനിന്നിരുന്ന കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, സ്ത്രീകൾക്ക് വചനം പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒന്നും അന്ന് അനുവദിച്ചിരുന്നില്ല. അപ്പനിൽ നിന്നും വലിയപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വലിയമ്മയിൽ നിന്നുമൊക്കെ അവൾ ഒരുപക്ഷെ ഈ മെശിഹായെ കുറിച്ച് കേട്ടിരിക്കാം. ഈ ഒരു മെശിഹായുടെ വരവിന് വേണ്ടി ഈ 13 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടിയും പ്രതീക്ഷയോടെ കാത്തിരുന്നിരിക്കാം. അതിൻ്റെ ഫലമായാണ് ഈ ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാട് അവൾക്ക് ലഭിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ ആ ഒരു വലിയ ദർശനം, ആ വലിയ പ്രതീക്ഷയോടെ കാത്തുനിന്ന ആ ഒരു രക്ഷാകരമായ പദ്ധതി എന്നിലൂടെ നടക്കുവാനായിട്ട് പോകുന്നു എന്നറിയുമ്പോൾ ഭയപ്പാടോടുകൂടിയാണെങ്കിലും സംശയത്തോടു കൂടിയാണെങ്കിലും അവളുടെ ജീവിതത്തെ ഈ ഒരു ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ മറിയയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് ഇങ്ങനെ പറയും, മറിയ ഒരു ആഗമന കാലത്തിലാണ് ജീവിച്ചിരുന്നത്. മറിയയ്ക്ക് അതെല്ലാം ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചു. കാലത്തെയും കാലഗതികളെയും ഒക്കെ മനസ്സിലാക്കി ദൈവിക സന്ദേശങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാൻ മറിയയ്ക്ക് സാധിച്ചു. ഞാൻ പറയും, ഇന്ന് നാമും ഒരു ആഗമന കാലത്തിലാണ്. അന്നത്തെ വിശ്വാസ സമൂഹം പ്രതീക്ഷയോടെ രക്ഷകന്റെ തിരുപ്പിറവിക്കായി കാത്തിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും ഈ 2025 ഈ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആഗമന കാലത്തിലാണ്. ഈ കാലത്തിൽ അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും വിശ്വാസത്തെ ആനുകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, സത്യവേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ തലമുറയുടെ ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ ആ രക്ഷാകര പദ്ധതിക്ക് മുമ്പിൽ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുന്നത്. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റ് KP അപ്പൻ മറിയയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് മധുരം നിൻ്റെ ജീവിതം. മധുരം നിൻ്റെ ജീവിതം. അതുകൊണ്ട് ഈ കാലയളവിൽ വിശുദ്ധ കന്യക മറിയാം നമ്മോട് സംസാരിച്ച അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന ജീവിത പാഠങ്ങൾ
പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവവിശ്വാസത്തോടെ അതിനെ അതിജീവിക്കുവാൻ, സഹയാത്രികർക്ക് നല്ല കൂട്ടുകാരായിരിക്കാൻ, തലമുറകളെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ സഭയുടെ പാരമ്പര്യത്തിൽ വളർത്താൻ ഈ ആഗമന കാലത്തെ വിവേചിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ജാഗ്രതയോടെ നമ്മുടെ ജീവിതങ്ങളെയും തലമുറയുടെ ജീവിതത്തെയും കെട്ടുപണി ചെയ്യുവാൻ ദൈവ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിച്ച അവസരത്തിനായിട്ട് ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.